കഥ അതിർത്തികൾ. രചന ശ്രീ ബാലു പൂക്കാട്. അവതരണം ശ്രീദേവി. ഇന്ന് അച്ഛൻ വിളിച്ചിരുന്നെന്ന് അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞു. മഞ്ഞു പുതച്ച അതിർത്തിയിൽ മലനിരകളിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടും തണുപ്പിൽ നിന്ന് മരവിച്ചു തുടങ്ങിയ വിരലുകൾ കൊണ്ട് കൺപോളകൾ തുറന്നു പിടിച്ച് ദൂരെ ശത്രുപാളയത്തിലെ അനക്കങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും. പട്ടാളക്കാരുടെ ഉത്തരവാദിത്വങ്ങളെ പറ്റിയുള്ള ലേഖനം ടീച്ചർ വായിച്ചു തന്നത് ഓർമ്മയിലേക്ക് ഓടിയെത്തി. അച്ചമ്മയാണ് പറഞ്ഞത്. ഒരു പൊതി ചപ്പാത്തിയും ഒരു ഫ്ലാസ്ക് വെള്ളവുമായി ഏറെ ദിവസങ്ങൾ പിന്നിട്ടാണ് പലരും അതിർത്തികളിൽ കാവലിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ കണ്ണു നിറച്ച് അമ്മ എന്നെ ചേർത്തു പിടിച്ചു. ഇന്ന് എൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് 4 തരം കറികൾ വേണമെന്ന് ഞാനാ പറഞ്ഞത്. വെറുതെ പറഞ്ഞതാട്ടോ. അപ്പോ അമ്മ പറഞ്ഞു, എങ്കിൽ നിന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട നെയ്പായസം തന്നെ ഉണ്ടാക്കാമെന്ന്. സദ്യ ഒരുക്കുന്ന അച്ചമ്മയ്ക്കരികെ തിളച്ചുമറിയുന്ന പായസം ഇളക്കുകയായിരുന്നു അമ്മ. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അല്ല, അതും തിളയ്ക്കുകയാണോ? അടുപ്പിൽ നിന്നും ചൂടുള്ള വായു എൻ്റെ മുഖത്തേക്ക് പാഞ്ഞെത്തി പൊള്ളിക്കുന്നു. എത്ര വൈവിധ്യങ്ങളാണ് ഓരോ ഇടവും ഓരോരുത്തർക്കുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു നോക്കി. അവിടെ അച്ഛൻ കൊടും തണുപ്പിൽ, ഇവിടെ അമ്മ ചുട്ടുപൊള്ളുന്ന ചൂടിലും. കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യരിലും വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നുണ്ടാവാം. എവിടെയൊക്കെയോ യുദ്ധം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അച്ചമ്മ പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അമ്മ മൗനത്തിന്റെ ആവിയിൽ വേവുകയായിരിക്കുമോ? യുദ്ധങ്ങൾ എന്തിനൊക്കെയാണാവോ ഉണ്ടാവുന്നത്? ലോകമഹായുദ്ധങ്ങളെ പറ്റിയൊക്കെ ഇന്നലെ ടീച്ചർ ക്ലാസ്സിൽ വിവരിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്ന് കണ്ണു നിറഞ്ഞത് ആരും കാണാതെ തുടച്ചു കളഞ്ഞത്. പക്ഷേ ടീച്ചർ ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ ഞാൻ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. ജപ്പാനിൽ നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളെ അണുബോംബിട്ട് നിമിഷ നേരം കൊണ്ട് ചാരമാക്കി കളഞ്ഞതും അണുബോംബിന്റെ അദൃശ്യ രശ്മികൾ കാരണം ഇപ്പോഴും അവിടെ വികൃത രൂപത്തിൽ കുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പറഞ്ഞപ്പോഴായിരുന്നു നിറഞ്ഞു പോയത്. ഞാനപ്പോൾ എൻ്റെ ചെവിയും മൂക്കും വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് തൊട്ടു നോക്കുന്നതും ടീച്ചർ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അപ്പോൾ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഹിരോഷിമയിലെ തെരുവിലെ പേടിച്ചരണ്ട കുട്ടികൾ ഏതോ അഭയകേന്ദ്രത്തിൽ പേടിയോടെ കണ്ണുകൾ മേൽപോട്ടാക്കി ഇരിക്കുന്നത് പോലെയാണ്. ഫോട്ടോയിൽ മാത്രമേ ഞാൻ അച്ഛനെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളൂ. തലയിൽ അശോകചക്രമുള്ള തൊപ്പിയും കയ്യിൽ തോക്കുമായി നിൽക്കുന്ന പട്ടാളക്കാരൻ, അല്ല ക്യാപ്റ്റൻ. ചെറിയ കരിനീല കരയുള്ള വെളുത്ത മുണ്ടും ഇഷ്ടപ്പെട്ടവയുമാണ്. അച്ഛൻ കൊണ്ടുവരാറുള്ള കരിഞ്ഞ പച്ച നിറമുള്ള പെട്ടിയിൽ അച്ഛൻ്റെ പട്ടാള വേഷം മടക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു പേടിയുടെയും കൗതുകത്തിന്റെയും വിരൽ കൊണ്ട്. എത്ര കഥകളിലൂടെ അച്ഛൻ എന്നെ കൈപിടിച്ച് യുദ്ധഭൂമിയിലൂടെ നടത്തിച്ചിട്ടുണ്ട്. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഏറെ നേരം കേട്ടിരുന്നു പോകും. ഞാനപ്പോൾ അച്ഛൻ്റെ മടിയിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്ന് ആ കണ്ണുകളിലേക്ക് അത്ഭുതത്തോടെ നോക്കുമ്പോൾ അച്ഛൻ എന്നെ 2 കൈകൾ കൊണ്ടും ചേർത്തു പിടിച്ച് ഒരു അഭയകേന്ദ്രത്തിനുള്ളിലാക്കും. ചോര മരവിക്കുന്ന തണുപ്പിൽ സ്വന്തം ജീവനും സ്വപ്നങ്ങളും തോക്കിൻ പിടിയിൽ ഉറപ്പിച്ച് കണ്ണടയ്ക്കാതെ പിറന്ന നാടിനും വീടിനും കാവൽക്കാരൻ. അതാണ് ഓരോ പട്ടാളക്കാരനും. ടീച്ചർ അത് പറയുമ്പോൾ ക്ലാസ്സിലെ കൂട്ടുകാർക്കിടയിൽ ഞാൻ വലുതായിക്കൊണ്ടിരുന്നു. ക്യാപ്റ്റന്റെ മകൾ. ഇപ്പോൾ ശരിക്കും ഞാൻ അറിയുന്നു എത്ര ഉയരത്തിലാണെന്ന്. പക്ഷേ എന്നിട്ടും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് പക്ഷേ എന്നെ ഓർത്താവും. ഞാനും അച്ഛനെ പോലെ ക്യാപ്റ്റൻ ആകും. ഭാവിയിൽ ആരാവണമെന്ന ടീച്ചറുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എൻ്റെ തലയിലും ഒരു നിൽക്കുന്നതായി തോന്നിയിരുന്നു. കുട്ടികളെ കൊന്നൊടുക്കുന്നതാക്കണം. യുദ്ധത്തിന്റെ ദുരന്ത കാഴ്ചകൾ ടിവിയിൽ നിലവിളികളായി നിറയുന്നു. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ലക്ഷ്യമില്ലാതെ പലായനം ചെയ്യുന്നവർ, ആട്ടി ഓടിക്കപ്പെടുന്നവർ, അപമാനിക്കപ്പെടുന്നവർ, ദുരിതഭാണ്ഡങ്ങൾ ചുമന്ന് ക്ഷീണിച്ച അമ്മമാർ, കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ വിശപ്പിന്റെ നീർച്ചാലുകൾ, അകലെ മിസൈലുകൾ വർഷിച്ച് ചരൽ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്ന വാസസ്ഥലങ്ങൾ ചുരുളുകളായി പൊങ്ങുന്നു.
അതിർത്തികളിൽ സ്വാതന്ത്ര്യത്തിനായി യാചിക്കുന്നവർ, അട്ടഹാസങ്ങളിൽ മുറിവേറ്റ് പിടയുന്ന കുഞ്ഞുങ്ങൾ. ടീച്ചറിന്റെ പ്രസംഗം നിലവിളിച്ചെത്തുന്നു. സഹിക്കാനാവാതെ വീണ്ടും അമ്മയ്ക്കരികിലേക്ക് ചെന്നപ്പോൾ തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്ന് പപ്പടം ചുട്ടുപൊള്ളി വീർത്ത് പൊങ്ങി വരുന്നതാണ് കണ്ടത്. അത് കണ്ട് വല്ലായ്മ എനിക്ക് അനുഭവപ്പെട്ടു. എന്താണമ്മേ അതിർത്തികൾ? കേട്ടപ്പോൾ അമ്മ അച്ചമ്മയെ ഇടം ഞാൻ ശ്രദ്ധിച്ചു. എടി പെണ്ണെ, വേണ്ടാത്തതിലൊന്നും നീ തലയിടണ്ട കേട്ടോ. നീ ഒരു പെണ്ണാണെന്ന് ഓർമ്മ വേണം. അവിടെങ്ങാൻ പോയിരുന്ന് പഠിക്ക്. തോറ്റുപോകും, പിന്നെ ജയിക്കാൻ പാടുപെടേണ്ടി വരും. നാണക്കേടാവും ഞങ്ങൾക്കത്. അച്ചമ്മയ്ക്ക് ജയിക്കാനാണ് എന്നോട് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. മറ്റാരോടോ ഉള്ള ദേഷ്യം തീർക്കുന്ന പോലെ അച്ചമ്മയുടെ മുഖം അപ്പോൾ ചുവന്നു തുടുത്തിരുന്നു. യുദ്ധങ്ങളിൽ മരിക്കുന്നവരല്ലാതെ ജയിക്കുന്നവരുണ്ടാവുമോ? ഞാൻ അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ ചെറിയച്ഛൻ കുറച്ച് ആളുകളുമായി വന്ന് വടക്കേ തൊടിയിലെ കിണറും ഞങ്ങളുടെ വീടുമായി ചേർന്നു നിൽക്കുന്ന സ്ഥലത്തിനിടയിലൂടെ കമ്പിവേലി കെട്ടി വേർതിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ പറയുന്നത് കേട്ടതാണ്. അതിർത്തിക്കപ്പുറത്തേക്ക് നമുക്കിനി കടക്കാനാവില്ലല്ലോ. ഇങ്ങനെ കഴിഞ്ഞ വീടായിരുന്നു. അച്ചമ്മ അപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് എന്റെ തലയിൽ ഒഴിഞ്ഞു. അപ്പോൾ ആ വിരലുകൾ ഉണ്ടായിരുന്നു. കാച്ചിയ ഒരു പപ്പടം എന്റെ നേരെ നീട്ടിക്കൊണ്ട് അച്ചമ്മ പറഞ്ഞു, അത് പിന്നെ മോളൂ, 2 രാജ്യങ്ങൾ തമ്മിൽ വേർതിരിച്ച് ഒരു വേലി കെട്ടും, അല്ലെങ്കിൽ ഒരു മതിൽ. എന്നിട്ട് ശത്രുക്കളാകും. പിന്നെ പരസ്പരം യുദ്ധം ചെയ്യും. ആരും ജയിക്കില്ലെങ്കിലും കുറെ നിരപരാധികൾ പട്ടാളക്കാരും. ബാക്കിയായവർ ആട്ടിയോടിക്കപ്പെടും. അതിർത്തികൾ യുദ്ധത്തിന്റെ കാരണങ്ങളാണെന്റെയും. ചിലരുടെയൊക്കെ മനസ്സിലും ചിലപ്പോൾ അതിർത്തികൾ ഉണ്ടാവാമെന്ന് ഞാൻ ഊഹിച്ചു. അമ്മ അപ്പോൾ ചീനച്ചട്ടിയിലെ എണ്ണയിൽ പിടയ്ക്കുന്ന സവാളയിലേക്ക് കടുക് മെല്ലെ വിതറുകയായിരുന്നു. പരിസരം മറന്ന് പൊട്ടിത്തെറിച്ച കടുകുമണികൾ ചിലത് മിസൈൽ പോലെ എന്റെ മേലും വന്നു പതിച്ചു. അമ്മയുടെ സാരി തലപ്പിലേക്ക് ഞാനപ്പോൾ നൂണ്ടു കയറിയപ്പോഴും ആ പൊട്ടിത്തെറികൾ എന്നെ. ചെറിയച്ഛന്റെ ഉള്ളിലും ആരോ അതിർത്തികൾ വരച്ചിട്ടുണ്ടാകും. അത് പറയുമ്പോൾ അമ്മയുടെ ശബ്ദം എനിക്ക് തോന്നി. എന്തിനാണ് അതിർത്തികൾ എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. സങ്കടം സഹിക്കാനായില്ല. അമ്മ എന്നെയും എന്തെല്ലാമോ നിയന്ത്രണങ്ങൾ കൊണ്ട് തീർത്ത അതിർത്തികൾക്കുള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ടിവിയിൽ നിന്നുള്ള നിലവിളികൾ കേട്ടാണ് ഞാൻ അമ്മയ്ക്കരികിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് വന്നത്. അതിർത്തിയിൽ ക്യാപ്റ്റൻ അടക്കം 16 പട്ടാളക്കാർ മരിച്ചെന്ന വാർത്തകൾക്കിടയിലൂടെ ചിതറിയോടുന്ന അമ്മമാരുടെയും കുട്ടികളുടേതുമാണ് ഞാൻ കേട്ട നിലവിളികൾ. മുറിവേറ്റ പട്ടാളക്കാരെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ എന്റെ ഉള്ളൊന്ന് പിടച്ചെന്റെ മുഖമായിരുന്നു അത്. അപ്പോൾ പിന്നിൽ നിന്ന് അമ്മയുടെ നിലവിളി ഞാൻ കേട്ടു. അടുക്കളയിൽ നിന്ന് പായസം കരിഞ്ഞു മണക്കുന്ന പുകയിൽ എനിക്ക് ശ്വാസം മുട്ടി. മധുരം കരിഞ്ഞു പോയല്ലോ എന്ന് പറയുമ്പോൾ നിലവിളികൾക്കിടയിൽ ചിതറിത്തെറിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ, സ്ട്രെച്ചറിൽ വാരിക്കൂട്ടി ആംബുലൻസിലേക്ക് ഓടുന്ന പട്ടാളക്കാർ, ഒഴുകിപ്പരക്കുന്ന കറുത്ത ചോരപ്പുഴകൾ, കൈകാലുകൾ അറ്റുപോയ കുഞ്ഞുങ്ങളുടെ പിടച്ചിൽ, വെടിയേറ്റ് വീഴുന്ന പട്ടാളക്കാർ. കറുത്ത പുകച്ചുരുളുകൾ ആകാശത്തേക്ക് പൊങ്ങിക്കൊണ്ടിരുന്നു. യുദ്ധമായി ലംഘിച്ചതാണ്. വാർത്തകളും കാഴ്ചകളും കണ്ടു നിൽക്കാനാവാതെ വിതുമ്പിക്കൊണ്ട് അമ്മ കൈകൊണ്ട് കണ്ണുകൾ മൂടി. അതിർത്തികൾ ഇല്ലാതായാൽ യുദ്ധങ്ങളും ഇല്ലാതാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച അമ്മയുടെ വിരലുകൾ ശക്തിയായി പിടിച്ചുമാറ്റി വീണ്ടും വാർത്തകളിലേക്ക് കണ്ണുടക്കി. അപ്പോഴേക്കും കറുത്ത പുകച്ചുരുളുകൾ എല്ലാത്തിനെയും